ഈ സമയത്ത് തന്നെ മൂന്നാർ പോണ്ടല്ലേ ഏട്ടാ? ആ നമ്മൾ മൂന്നാർ പോകുന്നെങ്കിൽ ഈ സമയത്ത് തന്നെ പോകേണ്ടത്. ഈ സമയത്താണ് നല്ല മഞ്ഞും തണുപ്പും എല്ലാം ഉള്ളത്. എന്ത് രസം അറിയോ മൂന്നാർ. -ഡിഗ്രി വരെയൊക്കെ ആയിട്ടുണ്ട്. അമ്മയ്ക്ക് ഇനി തണുപ്പ് പിടിക്കുമെന്ന് എനിക്ക് പേടി. ഓ ആ സെറ്ററൊക്കെ ഇടാൻ വേണ്ടി. നമ്മൾ മെയിനായിട്ട് പോകുന്നത് ഫ്രൂട്ട്സ് വാങ്ങിക്കണില്ലേടാ. സ്ട്രോബെറി, കരിമ്പ്, പിന്നെ ശർക്കര, മറയൂർ ശർക്കര, എന്തെല്ലാം വാങ്ങിക്കണം. ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേട്ടാ അപ്പം നമുക്ക് വട്ടവടയിലുള്ള റിസോർട്ട് വല്ലതും എടുക്കാം. ആ അത് ശരി ശാന്തേച്ചി, അവിടെ ആകുമ്പോഴത്തേക്ക് കൃഷിയൊക്കെ ഉണ്ടല്ലോ, നമുക്കതിന് അവിടെ നിന്ന് നേരിട്ടൊക്കെ പോയി പറിച്ചാൽ മതി. പറിക്കല്ല, അവരോട് ചോദിച്ചു വാങ്ങിക്കാം. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ക്യാരറ്റ്. ക്യാരറ്റിന്റെ ആ ഇല ഉണ്ടല്ലോ, തോരൻ വെക്കാൻ എന്ത് ടേസ്റ്റ് എന്നറിയോ? നമുക്ക് ഇരവികുളം നാഷണൽ പാർക്ക് കാണാൻ പോണേ. പോകാം പോകുമ്പോൾ എല്ലായിടവും പോകാം, നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്യാം. ഇതിപ്പോൾ കാറേ നമ്മൾ എവിടെ ഏട്ടാ പോകുന്നത്? മൂന്നാർ വരെ കാറേ പോകണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതോ നമ്മൾ ബസ്സിൽ പോയാൽ മതിയോ എന്നൊരു ഡൗട്ട്. ബസ്സിൽ പോകണമെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിരുന്നു. പിന്നെ കാറിൽ പോകുകയാണെങ്കിൽ ആ പിന്നെ റിസ്ക് എടുത്ത് ഓടിക്കണം, അതാ പ്രശ്നം. നമ്മൾ കാറിൽ പോകുന്നതായിരിക്കും നല്ലത്. എന്താണെന്നറിയോ, സേഫൊക്കെ ബസ്സിലായിരിക്കും, പക്ഷേ നമുക്ക് ഈ സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരണ്ടേ, അതിന് കുറച്ചുകൂടെ നല്ലത് കാറാണ്. ആ ശാരദ ആ പറഞ്ഞാൽ കറക്റ്റാണ്. സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ബസ്സിൽ പോയാൽ പറ്റത്തില്ല, എന്നെ കൂടെ തല വെച്ചിട്ട് വരുമോ. നമുക്ക് ആ കാറിലാകുമ്പോൾ ഡിക്കി വെച്ചിട്ട് പോന്നാൽ മതിയല്ലോ. ചേട്ടാ ഞാനോട് മാറി മാറി ഓടിക്കാം, നമുക്ക് രണ്ടൊക്കെ മാറി മാറി ഓടിക്കാം. എന്തായാലും കാറ് തന്നെ കൊണ്ടുപോകാം. ഇവിടെയൊക്കെ തന്നെ കണ്ടു എൻ്റെ തൊണ്ടയുടെ ഒച്ച അടയുന്നുണ്ടോ? ഇവിടത്തെയൊക്കെ തന്നെ കാലാവസ്ഥ കണ്ടില്ലേ, എൻ്റെ ഒച്ച അടയുന്നു. അപ്പം അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എന്തോ നമുക്ക് ആദ്യം തന്നെ സെറ്റർ വാങ്ങിക്കണം. ഓളെ തിരുവനന്തപുരത്ത് മൂന്നാർ വരെ എത്ര കിലോമീറ്റർ നോക്കിക്കേ. ഫോണിനകത്ത് അടിച്ചു നോക്കാം. ട്രിവാൻഡ്രം ടു മൂന്നാർ കിലോമീറ്റർ അല്ല ഡിസ്റ്റൻസ്. ഇതില് 276 കാണിക്കുന്നത്. എൻ്റെ അമ്മോ, 276 കിലോമീറ്ററോ? സന്തോഷം, ഇടയ്ക്ക് നമുക്ക് വണ്ടി നിർത്താം. വണ്ടി നിർത്തി കുറച്ചൊക്കെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോകാം, ഒറ്റയടിക്ക് ഓടിക്കണ്ടല്ലോ. ആ അതാ ഞാനും പറഞ്ഞത്, ഞാനും ഇടയ്ക്ക് വണ്ടി ഓടിക്കാമല്ലോ. അതും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് സുഖമായിരുന്നു. പിന്നെ അവനും എനിക്ക് വിടുന്ന പിന്നെ മാറി മാറി അങ്ങ് ഓടിക്കായിരുന്നു. ഞാനിവിടെ ട്രൈ ചെയ്യണോ? കോട്ടയം ആകാറായും തോന്നുന്നു കേട്ടോ. നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ. ഇനിയാ സൂപ്പർ സ്ഥലം കാണാൻ. എന്ത് ഭംഗിയെന്നറിയ കോട്ടയത്തുനിന്ന് അങ്ങോട്ട്. മറ്റേ ആ അത് തന്നെ ഏലപ്പാറ. എന്ത് സൂപ്പറാന്നറിയോ, അവിടെ മൊത്തം തേയിലത്തോട്ടം അല്ലേ. ആ അടി തേയിലയും വാങ്ങിക്കാൻ മറക്കല്ലേടി മോനെ. ഇനി വണ്ടി നിർത്തും, നമുക്ക് ഇവിടെ നല്ല ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ശാന്ത ഓടിക്കട്ടെ കുറച്ചു നേരം വണ്ടി. ആ അത് ശരി ഏട്ടാ, വണ്ടി നിർത്തിനി. എന്റെ അമ്മോ, നടു ഒടിഞ്ഞ്. ഇനി കുറച്ചു ദൂരം കൂടെ ഉണ്ട് പിള്ളേരെ മൂന്നാറാവാനും. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്കൊന്നും സ്വെറ്റർ കണ്ടില്ലല്ലോ. അങ്ങോട്ട് എടുക്കുന്ന പറയാൻ സ്വെറ്ററിന്റെ കട കാണുമായിരിക്കും. ഇനി വണ്ടി കയറാം. ഇനി ഒരു 25 കിലോമീറ്റർ ഞാൻ ഓടിക്കാം. ശാന്തയെ സൂക്ഷിച്ചൊക്കെ ഓടിക്കണേ, ഇനി മൊത്തം വളവും തിരിവും കൊക്കയൊക്കെ. ആ ഞാൻ സൂക്ഷിച്ച് ഓടിച്ചോളാം, പതുക്കെ പോവാം. എന്താ ചേട്ടത്, എന്തൊരു കൊക്ക ഇത്? നീ സ്പീഡ് കുറച്ച് ഓടിക്കേ, ആക്സിലേറ്റർ ചുമ്മാ ചവിട്ടി വിടാതെ. ശാന്തേച്ചി ഇറക്കോ കേട്ടോ, കാറിന് ഇറങ്ങി പോവേ. ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇറക്കോ പിന്നെ കുഴപ്പമില്ല. ഇത് എസ്മോളാ ഇവിടെ എല്ലാം. ഓ എന്റെ മുന്നേ എനിക്ക് ആകപ്പാടെ പേടിയാവുന്നു ചേട്ടാ. ചേട്ടൻ ഓടിക്കേട്ടാ. നീ എന്റെ പറഞ്ഞത് ബസ്സേ വരണ്ട, കാറ് എന്നെ കൊണ്ട് ഓടിപ്പിക്കാൻ വെറുതെ. ശാന്ത തന്നെ ഓടിക്കും, എന്തായാലും അടുത്തിരിപ്പുണ്ടല്ലോ സന്തോഷ്. ഓ ഇതെന്താ ചവിട്ടിയിട്ട് അവിടെ ബ്രേക്കും കിട്ടുന്നില്ല. ഓടിക്കാനൊക്കെ എനിക്കറിയാം പിള്ളേരെ, എനിക്ക് ഈ വളം വായിക്കുന്നത് തിരിയാത്തത്. ഓ ഈ വളവും കൊക്കെ എസ് വളമാ മൊത്തം. കാണിച്ചേ അയ്യോ അവിടെ കൊക്കയായിരുന്നു. ഞാൻ വിചാരിച്ചിട്ട് നേരെ താഴോട്ട് റോഡാന്ന്. മതി മതി മതി, വണ്ടി ഒതുക്കും. ഞാൻ ഓടിക്കാം. ഇവിടുത്തെ പരന്ന് നടക്കുന്ന സ്ഥലമാണ്. ഞാൻ ആ കറക്റ്റ് സമയത്താ ചാടി കയറുന്നുണ്ട്, ബ്രേക്കിനകത്ത് ചവിട്ടിയത്. ഞാൻ പിന്നെ ഇങ്ങനെയുള്ള റൂട്ടൊന്നും ഓടിച്ചിട്ടില്ലല്ലോ, നേരെ ഉള്ളതല്ലേ ഓടിച്ചോണ്ടുള്ളൂ. ആ മിണ്ടായിരിക്കും സ്ഥലം ആകാറായി. ഓ സ്ഥലം ആകാറായി, രക്ഷപ്പെട്ട്. ഓ ഇനിയിപ്പോ എനിക്കായിരുന്നു ഓടിക്കണ്ടല്ലോ. സന്തോഷം മൂന്നാർ ടൗൺ ആയി കേട്ടോ. ആ മൂന്നാർ ടൗൺ ആയി. ചേട്ടാ ഇനി വട്ടവടയിൽ എങ്ങോട്ടാ പോകുന്ന ആരുടെങ്കിലും ചോദിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം, വട്ടവടയ്ക്ക് നേരെ. ഓയ് ചേട്ടാ, വട്ടവട വന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോരുമാ. ആ നീ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോയാൽ മതി. പിള്ളേരെ വട്ടവട റിസോർട്ട് നോക്കണേ. ആ വട്ടവട എടുക്കാനാ നാണിയമ്മേ. ഗ്ലാസ് കാത്തിട്ടേക്കുന്നുണ്ടോ, പിന്നെങ്കിലും തണുപ്പ് അറിയാത്തത്. ഇനിയിപ്പോ ഗ്ലാസ് നോക്കി നമ്മളിനി പുറത്തിറങ്ങുമ്പോ എന്റെ പൊന്നെ എന്തുമായിരിക്കും. ആ ചെറുതായിട്ട് ചാർന്ന് കാണാൻ മോളെ. ഓ എന്നാലും 17 ഡിഗ്രി ഒക്കെ ഭയങ്കര തണുപ്പാ. ഇപ്പൊ തന്നെ എത്ര വൈകിട്ട് 5 മണി കഴിഞ്ഞില്ലേ സമയം. ഇനിയിപ്പോ രാത്രി ആകുമ്പോഴത്തേക്ക് കൂടും, -ഡിഗ്രി ഒക്കെ ആവും. നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നേരെ ഇരുട്ടത്തിന് മുമ്പ് നമുക്ക് ചെന്നാണെങ്കിൽ റിസോർട്ട് കണ്ടുപിടിക്കായിരുന്നു. അത് കുഴപ്പമില്ല നാണിമേ, നമ്മൾ ആ വട്ടവടയിലോട്ടൊന്ന് ചെന്നാൽ മതി. ആൾക്കാരാക്കി ക്യൂ നിൽക്കും, നമ്മൾ റിസോർട്ട് എടുക്കാണ്ട്. അവിടെ ഇഷ്ടംപോലെ റിസോർട്ട് ഉണ്ട്. അവരൊക്കെ ആണെങ്കിൽ കുറേ പേര് കാണുമായിരിക്കും റിസോർട്ട് എടുക്കും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ അത് കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അല്ലേട്ടാ എന്നാലും ചിലയിടത്തൊക്കെ ഓൺലൈനായിട്ട് ബുക്കിംഗ് അല്ലേ? ഓൺലൈനായിട്ട് ബുക്കിംഗ് ഉണ്ടെങ്കിൽ ഒരുപാട് ഒഴിവ് കാണും ഇതിനകത്തൊക്കെ.
പക്ഷെ ഇപ്പൊ ആണെങ്കിൽ സീസൺ ടൈം അല്ലേ, അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഫുള്ളായിരിക്കും മിക്കവാറും ഒക്കെ. എന്നാ പിന്നെ നമ്മൾ വല്ല കടത്തിന്റെ മേലെ ഉറങ്ങേണ്ടി വരും. പോടാ, എവിടെയെങ്കിലും കിട്ടാതിരിക്കത്തില്ല. ഇവിടുന്ന് ഇടത്തോട്ട്. ആ ചേട്ടാ ചേട്ടാ അവിടെ തന്നെ അവിടെ നല്ല സൂപ്പർ റിസോർട്ട് കാണുന്നു. നോക്കട്ടെ കയറ്റം കയറണം. അങ്ങോട്ട് തന്നെ പോവാം ആദ്യം. നമുക്ക് അവിടുത്തെ റേറ്റൊക്കെ ചോദിക്കാം. സന്തോഷം ഇങ്ങനെ ചോദിച്ച് നടക്കല്ലേ അവിടെ ഇവിടെയൊക്കെ, ഏതെങ്കിലും ഒരെണ്ണം എടുക്കണേ. നമ്മളിങ്ങനെ ഒരുപാട് ചുറ്റിക്കറങ്ങി നടക്കണ്ട. ഇതെന്തായാലും 5 സ്റ്റാർ കേട്ടോ. നല്ല എമൗണ്ട് ആകും, എന്നാലും വേണ്ടില്ല, നല്ലത് തന്നെ എടുക്കാം. നേരെ വെട്ടി തുടങ്ങിയിട്ട് വട്ടവട ഒന്നും കാണാൻ പറ്റുന്നില്ല, ദൂരെ ചെറുതായിട്ടൊക്കെ കൃഷി കാണാൻ പറ്റുന്നുണ്ട്. സ്ട്രോബെറി ഒക്കെ ഉണ്ടായിട്ട് അറിയത്തില്ലേ എവിടാന്ന്? ഇപ്പൊ സ്ട്രോബെറി ഒക്കെ ഉള്ള സമയം മോളെ, സീസൺ ടൈം ഇപ്പൊ സ്ട്രോബെറിയുടെ ഒക്കെ. അവിടെ നിർത്തിയേട്ടാ. ഇവിടെ നിർത്താം. വാവ് സൂപ്പർ റിസോർട്ട്. അതുപോലെ തന്നെ ആയിരിക്കും റേറ്റ്. അതൊന്നും മേടിക്കണ്ട, നമ്മൾ ഷെയർ ഇട്ടെടുക്കാനില്ല. ഒരാശ്വാസം ഉണ്ട് അതുകൊണ്ട്. ഇത് കുട്ടുമ്പോൾ അങ്ങോട്ട് പോയി മോനെ അവിടെ നിൽക്കണ ഓടാതെ. ആ നടക്ക എല്ലാരും. എടി കാറിൽ എന്തെങ്കിലും സാധനം എടുക്കണം ഇപ്പം. കടക്ക് ബാഗ് എടുക്കേട്ടാ, എന്തായാലും നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനല്ലേ. എന്നാ ശരി എടി, ഞാൻ ബാഗ് എടുത്തിട്ട് വരട്ടെ. ശാന്തയ്ക്ക് ഞാനും എന്റെ ബാഗ് എടുത്തിട്ട് വരട്ടെ. എന്നാ ശരി, ഞങ്ങൾ എന്നാ പോയാ റൂം എടുക്കട്ടെ. എടി ഇപ്പൊ എടുക്കണ്ട, ഞാൻ വന്നിട്ട് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എന്നാ പിന്നെ നമുക്ക് ആ ക്യാബിനിൽ പോയിരിക്കാം. വാ പിള്ളേരെ. മോനെ പോയി അടങ്ങിയിരിക്കും മോനോടെ, ചുമ്മാ അടന്ന് ഓടിക്കൊള്ളുക. കുഴപ്പമില്ല, നമുക്കിപ്പോ സ്വെറ്റർ വാങ്ങിക്കാം കേട്ടോ മോളെ. ഞങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് വേണം റൂം കേട്ടോ. സാറ് ഒരാഴ്ചത്തേക്ക് 50,000 അത് പാക്കേജ്. അത് എൻ്റെ പൊന്നെ 50,000 രൂപയോ? എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് സാറ്, എല്ലാ ഫെസിലിറ്റീസും, ഫുഡ് ഉൾപ്പെടെ. പക്ഷേ ഫുഡിന് നമ്മൾ പൈസ ക്യാഷ് എക്സ്ട്രാ കൊടുക്കണം. പക്ഷേ എല്ലാം എത്തിക്കും അവിടെ. എല്ലാ റൂമിലോട്ട് വരുമോ? അതെ സാർ, എല്ലാം ഓർഡർ ചെയ്താൽ മതി, എല്ലാ റൂമിൽ കൊണ്ടുവരും. പിന്നെ ബാത്ത് തന്നെ പല ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോട്ട് വാട്ടർ കുളിക്കാം, പിന്നെ ആണെങ്കിൽ ഹീറ്റർ ഉണ്ട് റൂമിൽ. ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലൊന്നും നോ കോംപ്രമൈസ്. അതുകൊണ്ട് ഒരു പാക്കേജായിട്ട് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അല്ല നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20,000 എക്സ്ട്രാ വരും. ഈ ശാന്ത ഇനി പാക്കേജായിട്ട് എടുക്കട്ടെ ഇടി, 50,000 രൂപയടി. അങ്ങനെ എടുക്കേട്ടാ. പിന്നെ ഒരാഴ്ചത്തേക്കാ 7 ദിവസം. ഈ പാക്കേജ് തന്നെ എടുക്കും സന്തോഷേ. എന്നാൽ ഈ പാക്കേജ് തന്നെ എടുക്കാം. ഓക്കെ സാർ, ഇപ്പോൾ 25,000 ഇപ്പോൾ പേ ചെയ്യണം. പിന്നെ നിങ്ങൾ പോകാൻ ടൈമിൽ ബാക്കി ചെയ്താൽ മതി. അപ്പോൾ ബാക്കി 25,000 ഞങ്ങൾ പോകാൻ സമയത്ത് തന്നാൽ മതി അല്ലേ? ഷുവർ സാർ. സാർ നമ്മളോട്ട് പോക്കാം, റൂം പോയി കൂടെ വരും. ലെഫ്റ്റ് സൈഡിൽ ലിഫ്റ്റ് ഉണ്ട്. എത്രാമത്തെ നിലയത്? 10th ഫ്ലോർ സാർ. എടി എന്നാ പെട്ടി പ്രമാണമല്ലേ എടുത്തോ, 10ാമത്തെ നിലയില. നിങ്ങൾ ബാഗ് എടുത്തോ ശാരദേ? എന്റെ ബാഗ് അവിടെ ഇരിപ്പുണ്ട് ക്യാബിന്റെ. എന്നാ വാ ശാരദേ, ലിഫ്റ്റ് ഉണ്ടെന്ന് എന്റെയോ പറഞ്ഞത്. അവനെ കൂടെ കൈ പിടിക്കുക, അവനെ കിടന്ന് ഓടുന്നുണ്ടോ? എന്നാ മോളൊക്കെ നിലയൊക്കെയാ. ബാ മോനെ. സാറേ എന്താ സാറേ ബാൽക്കണി? വാവ് സൂപ്പർ. പിള്ളേരെല്ലാരും ഇങ്ങോട്ട് വന്നേ, ബാൽക്കണി ഒന്ന് കണ്ടേ. ഇതെന്തോ പിള്ളേരെ സ്വർഗം എന്നൊക്കെ പറഞ്ഞു, ഇത് തന്നെ ഒന്നല്ലേ? എന്ത് ഭംഗിയ പിള്ളേരെ നോക്കിക്കേ. വട്ടവടയിലെ കൃഷിത്തോട്ടം തോന്നാ കാണുന്നത്. അതെ കൃഷിത്തോട്ടം. അത് ഞങ്ങൾക്ക് നാളെ കൃഷിത്തോട്ടത്തിലൊക്കെ ചുറ്റാൻ പോണം. മേഡം ഗൈഡിന് വേണമെങ്കിൽ ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് തരാം. നോക്കട്ടെ ഞങ്ങൾ പറയാം.